ഓർവില്ലേൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു തരിശ് ഭൂമി പോലെ ഒന്നുമില്ലാതെ നിന്നിരുന്നൊരു ഏരിയയായിരുന്നു. ഇപ്പോൾ ഇത് വലിയൊരു കാടായി. കാടൊക്കെ ഉണ്ടാക്കിയെടുത്താണ്. ഒരുപാട് കടകളായി, ഒരുപാട് വിസിറ്റേഴ്സായി സംഭവമായി മാറി. ഫെബ്രുവരി 1968 ഇനോഗ്രേഷൻ. ബൈക്കുള്ളിൽ കയറ്റേന് 120 യുനെസ്കോൻ്റെ ഓഹോ. The city at the service of Bhutan. ഇവിടെ ആർട്ട് ഗാലറിയിൽ കയറി 50 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറിയതാണ്. ഇവിടെ ശാന്തത കേട്ടോ. ഇവിടുത്തെ മ്യൂസിക്കും അതേമാതിരി 1920 ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവൂലേ? ഏത് മൂലയിലാണെന്നറിയില്ല. ഈ ഫോട്ടോസിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അറിയാം. അത് കുത്തി വരച്ചാന്ന് വിചാരിക്കണ്ട, അതിലൊക്കെ അർത്ഥങ്ങളുണ്ട്. അധികം ആളുകൾ ശല്യം ഇല്ലാത്ത നല്ല ഫീലിൽ കാണാൻ പറ്റും. ഇതിവിടുത്തെ ഹിസ്റ്ററിയല്ല. ഒരുപാട് രാജ്യത്തുനിന്ന് ഇവിടെ ഈ വർഷമല്ലേ എന്താ ഇയർ കാണിച്ച് എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് കൊടിയൊക്കെ വെച്ചിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായി ഇവിടുത്തെ ഹിസ്റ്ററി അറിയില്ല. ഇത് നോക്കിയേ, അടിപൊളിയായി. കല്ലാട്ടത് കല്ലടിച്ചുണ്ടാക്കി കുറച്ച് ആൾക്കാരുണ്ട്. ഭയങ്കര സംഭവം. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കാണില്ലേ, കല്ലില് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ കുറേ ഉണ്ട് ഇവിടെ. ഇന്നതാ ഇവിടെതാ ഇത് കാണിച്ചത്. ഇതൊക്കെ ഏതോ സാമൂഹ്യ വിരുദ്ധര് ഇതൊക്കെ പൂക്കിയുണ്ട്. പൊളിയല്ലേ? ഉണ്ടോ ഉണ്ടോ? ഇതാ ഓന്തും കുരങ്ങനും രണ്ടും ഒരു ഫ്രെയിമിൽ. അപ്പുറത്ത് ആനതാ. അടിപൊളി അല്ലേ സംഭവം? ഇതാ വെറും ഒരു കരിങ്കല്ല് പൈസ ആക്കുക എന്നുള്ളതാണ്. പണിയെടുത്ത് പൈസ കരിങ്കല്ല്. ഇത് മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗാർഡന്. കുരങ്ങനെ കണ്ടാക്കി അറിയില്ല. ഇതിനെന്തോന്ന് പറയുന്നത്? ഈനാമ്പേച്ചി. ഫുഡൊന്നുമില്ല കേട്ടോ, ഫുഡൊന്നുമില്ല. കുഞ്ഞാണിതാ മുള്ളൻകായൊക്കെ പറിച്ചിട്ട് കഴിക്കുന്നത്.
ഇതൊക്കെയാണ് തിന്നുന്നത്. അന്ന് ലക്ഷദ്വീപിൽ സൈക്കിളും കൊണ്ട് കടലിൽ ചാടിയ മനുഷ്യൻ. എവിടെ സൈക്കിൾ കണ്ടാലും പിന്നെ ഒരു വീക്ക്നെസ്സാ. പാശാനോട് റൗണ്ട് വാങ്ങി ഏത്തർ ഇതാ ഒരു ട്രീ ഹൗസാട്ടത്. വിശ്രമിക്കാനുള്ളൊരു ഏരിയ. നല്ല രസമുണ്ട്. പുല്ലുകൊണ്ട് കെട്ടിയത് കൊണ്ട് നല്ല തണുപ്പുണ്ട് ഉള്ളത്. വേ ടു മറ്റമന്ത്രി വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ കനാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കനാൽ നിർമ്മിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തോ. ഇതാണ് ഇവിടെ ഈ ഒരു പരിസരം. ഇത്ര അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ കനാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ യോഗ ഡേയിലൊക്കെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് യോഗ ചെയ്യുന്നത് സ്ഥലത്താണ്. അതേപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അവിടെ രജിസ്ട്രേഷനൊക്കെ അനുവദിക്കും. ഇപ്പോൾ ഇവിടെ പുറത്ത് നിന്ന് കാണുന്നതാണ്. കോസേ പോരാ, എനർജി പോരാ, വെയിലുണ്ടിട്ടാണ് തോന്നുന്നുണ്ടല്ലേ. ഇവർ KMCTയിലെ സ്റ്റുഡൻസാണ്. ഇവിടെ വെച്ച് മീറ്റ് ചെയ്ത് പരിചയപ്പെട്ടാണ് എല്ലാവരും. ഒരുപാട് നേരം ഇവിടെ പതുക്കെ വലിയാനുള്ള പരിപാടിയാണ്. ഇനി ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ബാക്കി എന്താന്നുള്ളത് ആലോചിക്കണം. നല്ലൊരു ഐസ്ക്രീം അടിച്ചിട്ട് ഇവിടുന്ന്. ടേസ്റ്റി ഐസ്ക്രീം. കുറേ മലയാളികളുണ്ട് കേട്ടോ ഇവിടെ ജോലി ചെയ്യുന്നു. നല്ല വൈബുള്ളൊരു കടയിൽ നമ്മൾ ഫുഡിന് വേണ്ടി കയറി. മീൽസാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മൾ മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കളിക്കാം. ആ ടേബിളിൻ്റെ തറ പോണ്ടിച്ചേരി വന്നിട്ടും മീൽസ് ഒഴിവാക്കിയിട്ടുള്ളൊരു കളിയില്ലാന്ന് പറയുന്നു കേട്ടോ. കുഞ്ഞാണിയൊക്കെ അതാ ഫോട്ടോ എടുത്ത് പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ലെമൺ റൈസ്, സാദാ റൈസ്, സാമ്പാർ, രസം. ഇഷ്ടിക അല്ലേ, വലിയ ഇഷ്ടിക. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൺലിമിറ്റഡ് മെയിൻ്റനൻസ് വേണ്ടെന്നാണ് ഷാഫി പറയുന്നത്. ഇതിന് ഇഷ്ടിക കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഷോപ്പിംഗ് ഏരിയൻ്റെയും ഉള്ളിൽ നമ്മൾ നേരത്തെ പുറത്തെ കണ്ട അതേ സ്ട്രക്ചറാണ് കേട്ടോ. പ്രൊഡക്ഷനും കാര്യങ്ങളും പലതും ഉണ്ട്. ഹാൻഡ് മെയ്ഡ്
ഇതൊക്കെ ഈ ഓറോവില് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം. നാടൻ കൗ വേലിയിലെ ഇവിടുത്തെ സ്നേഹമതിലാണ്. തെങ്ങിൻ്റെ ഓല കൊണ്ട് മടങ്ങിയിട്ട് സ്നേഹമതിൽ കെട്ടി. ഏതോ കാട്ടിനുള്ളിൽ കൂടെ പിടിപ്പിക്കുന്നുണ്ട് ഷാപ്പിംഗ്. ബോർവെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണിത്. ആടുകളുണ്ട്, നായ്ക്കളുണ്ട്. ഇവിടെ എന്താ ഉള്ളതെന്ന് കയറിയൊക്കെ ബാമ്പുവിൻ്റെ ഓരോ കളി കേട്ടോ, മുള കൊണ്ടുള്ള സംഭവം. ഇവിടെ എന്തോന്ന് ഉണ്ടാക്കി വെച്ചാൽ എട്ടുകാലി. 4 മണി വരെയാ. ബാമ്പു പ്ലാസ്റ്ററിങ് ചോര് ഉണ്ട്. അതാ ചങ്ങായി ഇടയ്ക്കൊക്കെ വേണം. ഇതാടും കൂടാണോ അല്ലെങ്കിൽ പട്ടിക്കൂടാണോ? കുടയാണ് പോലും, കുട. അതാണ് കുട. എന്നാ
റഹ്മാൻ സൗണ്ട് കണ്ടുപിടിച്ചല്ലേ? വിടാണേ. വളരെ വ്യത്യസ്തമായിട്ട് റഹ്മാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗണ്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. നോക്കിയേ, വിടാൻ പോവാണേ. ഈ ടൂണിലൊരു പാട്ട് എടുത്ത് ഇറങ്ങും ഇവിടെ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, നമ്മൾ നോക്കി നോക്കാം. ഒരു തപ്പ് കെട്ടി തൂക്കിൻ്റെ ഒരു സ്പ്രിങ്. ആ ഓ 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 ഓ. കളിക്കും. ബാംബൂട്ടി 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 ഉണ്ടാവല്ലോ, ബാംബൂട്ടി ബാംബൂട്ടി. ബാമ്പുവിനെ കൊണ്ടുണ്ടാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അവിടെ. ഓരോരോ ഉഷാർ അടിപൊളി ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അടിപൊളി. ബാഗ് വരെ, ലേഡീസ് ബാഗ് വരെ ഉണ്ട്. ഇതൊക്കെ ഓറോവില്ലൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഓറോവില്ലൻ്റെ ഉള്ളിലുള്ള ഓരോ കാഴ്ചകളാണ്. ഇവിടെയും സൗണ്ട് തന്നെ, സൗണ്ടാണ് മെയിൻ. റോഡുകളാട്ടോ, ഈ മഡ് റോഡാണ്. ഓരോരോ ഉള്ളി കൂടെ അങ്ങനെ നല്ല രസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇപ്പം എങ്ങോട്ടാ എത്ര അറിയില്ല.